ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വേളയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സംഭവ ബഹുലമായ ഒരു ദിവസം കൂടെ നമ്മെ വിട്ട് കടന്നു പോകുന്നു. ഈ വൈകിയ വേളയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ നൽകി തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗ്രാഫ്യ മീഡിയ, അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ദൈവവചന ചിന്തകൾ നിങ്ങളോട് ഒരുമിച്ച് ഈ സന്ധ്യാവേളയിൽ പങ്കുവെക്കുന്നതിൽ സന്തോഷമുണ്ട്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് പ്രേരണ ലഭിച്ച ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മീഖയുടെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് ഈ രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. മീഖ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാവ് മുതൽ മലാഖി വരെ പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ യഹോവയായ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ എല്ലാം വരവിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം അവരെ അതാത് സമയങ്ങളിൽ എഴുന്നേൽപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങി വരവ്. പല കാലഘട്ടങ്ങളിലും ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോയിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം യഹോവയായ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ പാപത്തിൽ നിന്ന്, അതിക്രമത്തിൽ നിന്ന്, ദൈവവഴി വിട്ടുപോയതിൽ നിന്നൊക്കെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേദപഠിതാക്കൾ ഈ പ്രവാചക ഗണത്തെ രണ്ടായി തിരിച്ചാണ് പഠിപ്പിക്കുന്നത് പോലും. വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും രണ്ടായി തിരിക്കാറുണ്ട്. അതവരുടെ പ്രവചനത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വ്യത്യാസമല്ല, പ്രവചനങ്ങളുടെ എണ്ണങ്ങളുടെ വ്യത്യാസമാണ്. അത് നമുക്ക് വളരെ നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ മീഖ പ്രവാചകൻ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നയാളാണെങ്കിലും വലിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ യെശയ്യാവിൻ്റെ സമകാലീനനായ വ്യക്തിയായിരുന്നു. ഹോശയ എന്ന പ്രവാചകൻ്റെ സമകാലീനനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി എടുത്തുപയോഗിച്ച ഒരു പ്രവാചകനാണ് മീഖ പ്രവാചകൻ. ഇനി മീഖ പ്രവാചകൻ ഈ പ്രവചനം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രവചിക്കുന്ന കാലഘട്ടം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ
നാം വായിക്കുന്നുണ്ട്. യോഥാം, 1-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു മീഖ തൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നത്. അപ്പം നോക്കിക്കേ, യഹൂദയിൽ വളരെ പ്രശസ്തിയാർജിച്ച രാജാക്കന്മാരുടെ പേരുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഥാമുണ്ട്, ആഹാസുണ്ട്, ഹിസ്കിയാവുണ്ട്. ഇവരുടെ കാലത്ത് ദൈവിക ശുശ്രൂഷയിൽ വർദ്ധിച്ചു വന്ന മീഖ എന്ന പ്രവാചകൻ. ഇനി മീഖയുടെ പ്രവചനം ആർക്കു വേണ്ടിയുള്ളതാണെന്ന് ആ വാക്യത്തോട് തന്നെ ചേർന്നുണ്ട്. അവൻ ശമര്യയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ശമര്യക്കാർക്കും യെരുശലേംകാർക്കും വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അവിടെ അടുത്ത വാക്യത്തിൽ സകലവരെയും ചേർത്ത് മീഖ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കേൾപ്പീൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവേ ചെവിക്കൊള്ളുവീൻ. യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. അപ്പോൾ ഇത് കേവലം യെരുശലേമ്യർക്കോ അല്ലെങ്കിൽ ശമര്യക്കാർക്കോ മാത്രമായിട്ടല്ല ഇവിടെ പറയുന്നത്, ഭൂമിയിലുള്ള സകലവർക്കും വേണ്ടി പ്രവചിക്കുന്ന ഒരു പ്രവചനമായി നമുക്കിതിനെ കാണുവാൻ കഴിയും. പ്രധാനമായും യെരുശലേമും ശമര്യയാണെങ്കിൽ അതിൽ നിന്ന് മറ്റുള്ളവർ ഒഴിവല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമുക്കിവിടെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഭൂമിയിലുള്ള സകലവർക്കും വേണ്ടി പ്രവചിച്ചു പറയുമ്പോൾ നാം കാണുകയാണ് 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അതാണ് നമ്മുടെ കുറിവാക്യം. അവിടേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മനുഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഈ ഓൺലൈൻ മീഡിയയിലൂടെ ഈ ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നാളെ കേൾക്കുന്ന, മറ്റൊരവസരത്തിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടായിട്ടും ഇന്ന് രാത്രിയിലത്തെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ചോദിക്കുന്നു, മനുഷ്യ, ഇത് കേൾക്കുന്ന മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പം ജീവിതത്തിൽ നല്ലതെന്താണ് എന്നുള്ളത് ദൈവം കാണിച്ചു തന്നിരിക്കുന്നു. അതോടനുബന്ധിച്ച് ആ നല്ലതെന്താണെന്ന് 3 ചോദ്യങ്ങളിലൂടെ യഹോവയായ കർത്താവ് പ്രവാചകനിലൂടെ ചോദിക്കുകയാണ്. എന്താണ് ആ 3 ചോദ്യങ്ങൾ? 1, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3 ചോദ്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലും ഞാൻ വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ചോദിക്കുന്നു. എന്ത്? 1, ന്യായം പ്രവർത്തിപ്പാനും, 2, ദയാതൽപരനായിരിക്കാനും, 3, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. ഇന്ന് രാത്രി വചനങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് ശോധന ചെയ്ത് ഇന്ന് രാത്രി നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമെങ്കിൽ അതിന് ഇടയായി തീരട്ടെ. ആരെല്ലാം കേൾക്കും, ഇതിനകത്ത് ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം ഈ പ്രവചനം അഭിസംബോധന ചെയ്യുന്നത് മുഴുവരോടുമായിട്ടാണ്, ഭൂമിയിലുള്ള സകലവരോടുമായിട്ടാണ് ഈ വചനം അരുളി ചെയ്യുന്നത്. 1, ദൈവം ചോദിക്കുന്നു, നീ ന്യായം പ്രവർത്തിക്കണം. സ്തോത്രം. ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഒരുപാട് അന്വേഷിച്ച് എന്താണ് ഈ ന്യായം. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു ന്യായവും പലപ്പോഴും കിട്ടാറില്ല. കാരണം എവിടെ തിരിഞ്ഞാലും അനീതിയാണ്. എന്നാൽ ന്യായം പ്രവർത്തിക്കുക എന്നുള്ളതിന് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ അതിന് മറ്റ് ചില പര്യായ പദങ്ങൾ കൂടെ ആ വചനഭാഗത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക എന്നും സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ള ഒരു ചിന്തയാണ് ഈ ന്യായം പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ കൊറോണ കാലത്ത് നമുക്കറിയാം, എല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെ ഒക്കെ പോകുമ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ ന്യായം പ്രവർത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം എത്രത്തോളം ഉത്സുകരാണ് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മളെല്ലാം സകല മാനത്തിന് യോഗ്യന്മാരെന്ന് ദൈവം നമ്മളെ എണ്ണിയിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ സകല മാനത്തിനും യോഗ്യന്മാരായ നമ്മൾ
ആ നിലവാരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ന്യായം പ്രവർത്തിക്കുന്നുണ്ടോ, നാം ദയാതൽപരരാണോ, നാം ദൈവസന്നിധിയിൽ താഴ്മയോടെയാണോ നടക്കുന്നത് എന്ന് ഇന്ന് രാത്രി നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കണം. ഈ വാചനഭാഗങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച് എഫേസ്യ ലേഖനത്തിലേക്കൊന്ന് കടന്നു വരാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: നാം അവൻ്റെ കൈപ്പണി ആയി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരോടും മീഖ പ്രവചിച്ചു പറയുമ്പോൾ ആ സകല മനുഷ്യരിലും നാമും പെടുന്നു. അപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ പറയുന്നു, നാം എന്ന് പറഞ്ഞാൽ ഈ വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നാം അവൻ്റെ കൈപ്പണിയായി, ദൈവത്തിൻ്റെ കൈപ്പണിയായി എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? സൽപ്രവർത്തിക്കു വേണ്ടി നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നാം നീതി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ ന്യായമുള്ളതാണോ? നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഗുണം വരുന്നതാണോ? സ്തോത്രം. പൗലോസ് പറയുന്നു, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം, അല്ലേ? തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവവചനം സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. അവൻ മുന്നമേ ഇതെല്ലാം കണ്ടിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക്, ഈ താണഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അവനെ ഇറക്കി തന്നു. സ്തോത്രം. അവൻ, കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. ഇന്ന് രാത്രി ഈ ഓൺലൈൻ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. സന്തോഷത്തോടെ നമുക്കത് പറയുവാൻ കഴിയണം. പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു, ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവൻ പറയുകയാണ്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗം കൂടി ഇതോട് ചേർത്ത് ഞാനൊന്ന് പറയട്ടെ. 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപമാണ്. സ്തോത്രം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാണെങ്കിൽ, ഇന്ന് രാത്രി ഓൺലൈനിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നന്മയ്ക്കു വേണ്ടി നന്മ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കെ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മോട് കണക്ക് ചോദിക്കും. മീഖയിലൂടെ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നതും അതുതന്നെയല്ലേ? ഞാൻ 3 കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നു. 1, ദൈവത്തിൻ്റെ മുമ്പാകെ നീതി പ്രവർത്തിച്ച് സൽപ്രവർത്തി ചെയ്ത് നന്മ ചെയ്ത് ജീവിപ്പാൻ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മയുടെ വശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു രാത്രിയായി ഇന്ന് രാത്രി ഇതിനെ കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ലക്ഷ്യമെന്താ? നമ്മൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നും നിത്യത സ്വന്തമാക്കണമെന്നും ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലത്തെ വചനം നിങ്ങളോട് ഇടപെടുകയാ, എന്നോട് ഇടപെടുകയാ, നമ്മോട് ഇടപെടുകയാ. എന്താ? നമ്മെ സൽപ്രവർത്തിക്കായി ദൈവം വിളിച്ചിരിക്കെ, ന്യായം പ്രവർത്തിക്കാൻ വിളിച്ചിരിക്കെ, നീതി പ്രവർത്തിക്കാൻ വിളിച്ചിരിക്കെ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം പരാജയമാണെന്നുള്ള വസ്തുത ഇന്ന് രാത്രി തിരിച്ചറിയണം. സ്തോത്രം. അപ്പോൾ 1-ാമത്തെ കാര്യം ഗുഡ്നസ് എന്നുള്ള ചിന്തയാണ്, നന്മ പ്രവർത്തിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. സ്തോത്രം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. കാരണം എന്താ? സ്തോത്രം. നന്മ ചെയ്യുവാൻ വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്. നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ സൽപ്രവൃത്തിക്കായിട്ട് വിളിച്ചിരിക്കെ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ പാപമാണ്. നാം നന്മ ചെയ്യുന്നതിൽ
മടുത്തു പോകരുത്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, ഞാനങ്ങനെ ഇത് ഒരുപാട് വിശദീകരിച്ച് പോകേണ്ട ഭാഗം ഇതാണെന്ന് എനിക്കറിയാമെങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഒന്ന്, നാം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. രണ്ടാമത്തെ ചിന്തയാണ്, നമുക്കറിയാം, ദയാ തൽപരനായിരിക്കാൻ. മീഖ പറയുന്നു, നീ നീതി പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും. ഇതല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. സ്തോത്രം. ദയാ തൽപരനായിരിക്കുക. ദയ, കൈൻഡ്നസ്. ഒന്നാമത്തേത് ഗുഡ്നെസ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തേത് കൈൻഡ്നസ്. നമ്മിലൊരു ദയയുണ്ടാകണം. സ്തോത്രം. നമ്മൾ ദയുള്ളവരാണോ? സ്തോത്രം. നമ്മൾ ദയ കാണിക്കേണ്ടവരല്ലേ? എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അങ്ങനെ അവിടെ പറയുന്നൊരു പദപ്രയോഗം ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഇതൊരു വലിയ ഉപദേശ സത്യമാണ്. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ ഇത് കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. പൗലോസിലൂടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ ദയയുള്ളവരായിരിക്കണം, മനസ്സരിവുള്ളവരായിരിക്കണം. ദൈവം ക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുന്നവരായി തീരണം. ഇന്ന് രണ്ടുപേർ തമ്മിൽ കണ്ടാൽ വെട്ടാനും കൊല്ലാനും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാം എത്തി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്, അന്യോന്യം വെട്ടുവാനും കൊല്ലുവാനും പകയ്ക്കുവാനുമല്ല നമ്മുടെ അരിമനാഥൻ നമ്മെ പഠിപ്പിച്ചത്. ദൈവം ക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയുള്ളവരാകണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദയ കാണിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? പ്രൈസ് ദി ലോർഡ്. കാരണം നാം ജീവിക്കുന്നത് തന്നെ ഒരു ദയയുടെ പുറത്താണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു ദയയുടെ പുറത്താണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന, വിലാപങ്ങൾ എഴുതിയത് ഇരമ്യാവാണ്, നമുക്കറിയാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു പദപ്രയോഗം നമ്മളെപ്പോഴും വായിക്കാറും ധ്യാനിക്കാറുമുള്ളതാണ്, അല്ലേ? നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്. സ്തോത്രം. അപ്പം രണ്ട് കാലം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത്, സ്തോത്രം, മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയുന്നത്, ഓർക്കണം, ദൈവത്തിൽ നിന്നൊരു ദയ പ്രാപിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ദയ അനുഭവിച്ചിട്ട് നാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് വലിയ പരാജയമാണ്. സ്തോത്രം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ഇനി ഈ ദയയുടെയും കരുണയുടെയും ഒരു പ്രധാനപ്പെട്ട സത്യം എന്താണെന്നറിയാമോ? അത് രാവിലെ തോറും പുതിയതാണ്. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദയ എന്ന് പറയുന്നത് പഴയതല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ല. ദൈവം നമുക്ക് തരുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ ദയയാണ്, പുതിയ പുതിയ കരുണയാണ്. സ്തോത്രം. നാം ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ചിട്ടല്ലേ ഇന്ന് രാത്രിയിലും ഈ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ നമ്മൾ സമയങ്ങളെ വേറിട്ടിരിക്കുന്നത്. അപ്പോൾ ദയ കാണിക്കുവാൻ, സൽപ്രവൃത്തിക്കായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കെ നാമും ദയ കാണിപ്പാൻ ഉത്സുകരായിരിക്കണം. കാരണം നാമും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ദയയിലാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം നമ്മോട് ദയ കാണിച്ചത് കൊണ്ടല്ലേ നാമും ദയ കാണിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദയയിൽ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് ദയ പ്രാപിച്ചിട്ട് മറ്റൊരു വ്യക്തിയോട് നാം ദയ കാണിക്കുന്നില്ലെങ്കിൽ നമുക്കമ്പെ പരാജയമല്ലേ? നാം ദൈവത്തിൽ നിന്ന് ദയ പ്രാപിച്ചിട്ട് നാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്നില്ലെങ്കിൽ, ക്ഷമ കാണിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നതും അതുതന്നെയാണ്. ദയാ തൽപരനായിരിക്കാൻ, മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ അല്ലാതെ ഞാൻ നിന്നോട് എന്തുവാണ് ചോദിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ഉം 36-ഉം വാക്യം കൂടെ ഞാൻ ഇതോട് ചേർന്നൊന്ന് വായിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-36 വാക്യങ്ങൾ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ
ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ. നമ്മളെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്, ആ പിതാവിൻ്റെ മക്കളാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. സ്തോത്രം. പിതാവിൻ്റെ സ്വഭാവമാണല്ലോ മക്കളിൽ ഉണ്ടാകേണ്ടത്. മാതാപിതാക്കളുടെ സ്വഭാവമാണ് മക്കൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ മനസ്സലിവുള്ളവനാ, അവൻ ദയയുള്ളവനാ, കരുണയുള്ളവനായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ദൈവത്തിൽ അങ്ങനെ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ അവൻ്റെ മക്കളാകുന്ന നമുക്കും ആ ന്യായത്തിന് വേണ്ടി, സൽപ്രവൃത്തിക്ക് വേണ്ടി ദയ കാണിക്കുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിലേക്കൊന്ന് വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദയ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ അതിനെന്ത് വേണം? സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ദയ കാണിക്കും. അപ്പോൾ സ്നേഹിക്കുന്ന മനസ്സില്ലെങ്കിൽ നമ്മിൽ ദയയില്ല. നമ്മുടെ കർത്താവ് സ്നേഹവാനായ ദൈവമല്ലേ? സ്തോത്രം. പിതാവായ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടല്ലേ തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചത്, നമ്മെ മോചിച്ചത്, നമുക്കൊരു രക്ഷ വാഗ്ദാനം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ രക്ഷ സൗജന്യമായി നാം അനുഭവിച്ചപ്പോൾ, ആ സ്നേഹത്തിൻ്റെ മറവിൽ നാം ആയിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദയ കാണിക്കുന്നതിൽ നാം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുതന്നെയല്ലേ മീഖാ പ്രവചനത്തിലൂടെ വിളിച്ചു ചോദിക്കുന്നത്? നന്മ പ്രവർത്തിപ്പാൻ, നീതി പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും. സ്തോത്രം. അതല്ലേ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത് അതല്ലേ? ഇനി 3-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് വരിക. 3-ാമത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മോട് ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ നടപ്പ് എങ്ങനെയുണ്ട്? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഈ ഭാഗമൊക്കെ പറയുമ്പം സ്തോത്രം, നമുക്കറിയാം ജീവിതത്തിൽ നമ്മളിത് പറയുമ്പം പലപ്പോഴും താഴ്മയുടെ ഒരു അനുഭവം നമുക്കില്ല. സ്തോത്രം. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നതാണ് താഴ്മ. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ പറയുന്ന 3-ാമത്തെ കാര്യം താഴ്മയുള്ളവരായിരിക്കണം. കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രി ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഈ വചനം എഴുതട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയല്ലേ? സ്തോത്രം. അപ്പം താഴ്മ ധരിച്ചവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാനിടയായിത്തീരണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ താണ് നടന്നാൽ, ദൈവസന്നിധിയിൽ താണ് നടന്നാൽ, താഴ്മയോടെ ജീവിച്ചാൽ എന്തുണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ താഴ്മയോടെ നടന്നാൽ ഒരു ഉയർച്ചയുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങളത് ഭൗതിക മണ്ഡലത്തോട് ചേർത്ത് ചിന്തിച്ചാലും ആത്മീക മണ്ഡലത്തോട് ചേർത്ത് ചിന്തിച്ചാലും ഇന്ന് രാത്രി വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, താഴ്മയുള്ളവരായി നടന്നാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മ ധരിച്ച് നടന്നാൽ അവൻ നിശ്ചയമായും നമ്മെ ഉയർത്തും. ആദ്യത്തെ 2 കാര്യങ്ങൾ നീതി പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും എന്നുള്ളത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ കാണിക്കുന്നതാണെങ്കിൽ, 3-ാമത്തെ ചോദ്യം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിലാണ് ചോദിക്കുന്നത്. നീ ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെയാണോ നടക്കുന്നത്? സ്തോത്രം. താഴ്മയോടെയാണ് നടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലമുണ്ട് കേട്ടോ. എന്താ പ്രതിഫലം എന്നറിയാമോ? അവൻ നമ്മെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ അതിനൊരു മറുവശം കൂടില്ലേ? കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെട്ടു പോകും. ഇന്ന് രാത്രി നമുക്ക് താഴ്ചയല്ല വേണ്ടത്, നമുക്ക് ഉയർച്ച ഉണ്ടാകണം. നിങ്ങളുടെ ആത്മീക ജീവിതത്തിലായാലും ഭൗതിക മണ്ഡലത്തിലായാലും ഒരു ഉയർച്ച വേണമെങ്കിൽ താഴ്മ ധരിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആത്മീയ അർത്ഥത്തിൽ ഒരുപടി മുൻപോട്ട് കടന്നു പറയട്ടെ. നമ്മളെല്ലാം ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയല്ലേ? എങ്ങോട്ടാ? കാഹളം ധ്വനിക്കുമ്പം വാനിലേക്ക് ഉയരുവാൻ,
പറന്നുയരുവാൻ ഒരു ഉയർച്ച കൊതിക്കുന്നവരാണ് നമ്മളെല്ലാം. കർത്താവ് ആരെ ചേർക്കാനാണ് വരുന്നത് അറിയാമോ? താഴ്മയുള്ളവരെ ചേർക്കുവാനാണ് വരുന്നത്. നീതി പ്രവർത്തിക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത്. ദയാതൽപരനായിരിക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത്. വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ താഴ്മയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമാണ്. ഉയരത്തില്ല, മേലോട്ട് കാഹളം ധ്വനിക്കും, വിശുദ്ധന്മാർ പറന്നു പോവും, നമ്മൾ ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിലൂടെ പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. സ്തോത്രം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ആരാ? താഴ്മയില്ലാത്തവരെ വിളിക്കുന്ന പേരാണ് നിഗളികൾ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുക. അപ്പോൾ താഴ്മയുള്ളവർക്കോ? താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. സ്തോത്രം. നമ്മൾ മുട്ടുമേ നിന്ന് കൃപ എന്ന് പ്രാർത്ഥിക്കുമ്പം ജീവിതത്തിൽ താഴ്മയുണ്ടെങ്കിൽ കൃപ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ലെന്നാണ് ഈ വചനം പറയുന്നത്. സ്തോത്രം. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുകയാണ്, പക്ഷെ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. എന്നിട്ട് അടുത്ത വാക്യം വളരെ പരമപ്രധാനമായ ഒരു ഭാഗം അവിടെ പറയുക, 6-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട്, ഏതുകൊണ്ട്? നിങ്ങൾ താഴ്മ ധരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പഴയ നിയമ പ്രവചനത്തിൽ നിന്നാണ് ഞാൻ ആ വാക്യം കോട്ട് ചെയ്തതെങ്കിലും പുതിയ നിയമ പശ്ചാത്തലത്തിൽ ഞാൻ ആ വചനഭാഗം നിങ്ങളോട് പറഞ്ഞു തന്നത്, കർത്താവ് 3 കാര്യങ്ങൾ നമ്മോട് ചോദിക്കുന്നു. എന്താണ്? 1, ന്യായം പ്രവർത്തിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുക, നീതി ചെയ്യുക. 2, ദയയുള്ളവരായിരിക്കുക, കരുണയുള്ളവരായിരിക്കുക. 3, മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ചത്. എന്ത്? കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ, ദൈവസന്നിധിയിൽ താഴ്മയോടെ നമ്മുടെ ജീവിതം നയിക്കുന്നെങ്കിൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ് ഇപ്പം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ അവനോടൊപ്പം പറന്നുയരുമെന്ന്. നമ്മൾ ഉയർച്ചയല്ലേ പറയുന്നത്, തക്ക സമയത്ത് ഉയരുമെന്നല്ലേ പറഞ്ഞത്. ആ ഉയർച്ച ആത്മീയ അർത്ഥത്തിൽ തന്നെ ഞാൻ പറയുക, ഭൗതിക മണ്ഡലത്തോട് നിങ്ങൾ ചേർത്ത് വെച്ചാലും തെറ്റില്ല, പക്ഷേ ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുവാൻ, സ്തോത്രം, നമ്മുടെ താഴ്ചയുള്ള ശരീരമൊക്കെ ഒന്ന് മാറ്റി ഉയരത്തിലേക്കൊന്ന് പറക്കുവാൻ, ഒരു ഉയർച്ചയുണ്ടാകുവാൻ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നൊക്കെ വാക്യമുണ്ട്. പക്ഷെ താഴ്മയുള്ളവർക്കാ ദൈവം അത് കൊടുക്കുന്നത്. താഴ്മയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. താഴ്മയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. എനിക്കൊരുപാട് ചിന്തകൾ ഇതോട് ചേർന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ 33-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. 33-ാം അധ്യായത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയും ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെത്താൻ താഴ്ത്തിയതിന് മുമ്പേയുള്ള അവൻ്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെയും പണികളെയും അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തങ്ങളിൽ എഴുതിയിരിക്കുന്ന അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. അവൻ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. മനശ എന്ന രാജാവിനെക്കുറിച്ചാണ്. നമ്മൾ മീഖയെക്കുറിച്ച് കണ്ടു. മീഖ ജീവിച്ചിരുന്നത് ആരുടെ കാലത്താണ്? ഹിസ്കിയാവിൻ്റെ കാലത്തായിരുന്നു. ഇവിടെ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഹിസ്കിയാവിന് ശേഷം, ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല, ഹിസ്കിയാവിന് ശേഷം ഹിസ്കിയാവിൻ്റെ മകൻ മനശ, സ്തോത്രം, അധികാരമേറ്റെടുത്തു. 12-ാമത്തെ വയസ്സിൽ ഒരു രാജ്യത്തിൻ്റെ, യഹൂദ ദേശത്തിൻ്റെ രാജാവായി മനശ വരികയാണ്. എന്നാൽ മനശയെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്ന പല വാക്യങ്ങളുണ്ട്. അവൻ തൻ്റെ അപ്പൻ ചെയ്തതുപോലെ ദൈവത്തിന് വിരോധമായി സകല കാര്യങ്ങളോടും, ദൈവത്തിൻ്റെ സകല സൽപ്രവൃത്തികൾക്കും എതിരായി തൻ്റെ അപ്പൻ ഹിസ്കിയാവ് ചെയ്തു വന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ അതിനെല്ലാം എതിരായി താൻ ചെയ്യുവാനിടയായിത്തീർന്നു. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. ദൈവം എന്താ ചെയ്തത്? 33-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ മനശയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു.
എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവർ അശ്ശൂർ രാജാവിൻ്റെ സേനാധിപന്മാരെ വരുത്തി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ, സൽപ്രവർത്തികൾ ചെയ്യാതെ, ദയാതൽപരനായിരിക്കാതെ, തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്താതെ, സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച ഒരു രാജാവിനെ ദൈവം പാഠം പഠിപ്പിച്ചു. സ്തോത്രം. ആ പാഠം പഠിപ്പിക്കൽ 11-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സമയമെടുത്ത് വായിക്കണം. ദൈവം മനുഷ്യയെ പാഠം പഠിപ്പിച്ചു. നോക്കിയേ, 12-ാം വാക്യം വളരെ രസകരമാണ്. കഷ്ടത്തിലായപ്പോൾ, ആരാ? മനശ്ശ എന്ന രാജാവ് കഷ്ടത്തിൽ ആയപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും കഷ്ടത്തിലാകുമ്പോൾ നമ്മളും ദൈവത്തോട് നിലവിളിക്കുന്നു, അല്ലേ? സ്തോത്രം. ഇവിടെ മനശ്ശയും കണ്ടോ, ആയ കാലത്ത് ദൈവം അരുളപ്പാടുകൾ കൊടുത്തു, പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാടുകളെല്ലാം കൊടുത്തിട്ടും മനശ്ശ തിരിഞ്ഞു വന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം ശിക്ഷിച്ചു. കഷ്ടത്തിലായപ്പോൾ അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. അടുത്ത പദം, തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി. ദൈവം ഇന്ന് രാത്രി നമ്മോട് ചോദിക്കുന്നത്, താഴ്ത്തുമോ? അധികാര സ്ഥാനത്തിരുന്ന മനശ്ശയ്ക്ക് അത് കഴിഞ്ഞില്ല. പക്ഷേ കഷ്ടത്തിലായപ്പോൾ മനശ്ശയ്ക്ക് മനസ്സിലായി. അടുത്ത വാക്യത്തിൽ, അവൻ്റെ രാജ്യത്വത്തിൽ നിന്ന് തിരിച്ചു വരുത്തി യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശയ്ക്ക് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ബോധമില്ലാതിരിക്കുകയായിരുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത്, കഷ്ടത്തിലായി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവമുഖം അന്വേഷിച്ചു. സ്തോത്രം. അപ്പോൾ അവന് മനസ്സിലായി, യഹോവയായ ദൈവമാണ് സാക്ഷാൽ ദൈവം. പിന്നെ നമ്മൾ കാണുന്നത് 14-ാം അധ്യായം മുതൽ 14-ാമത്തെ വാക്യം മുതൽ, ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 33-14 മുതലുള്ള വാക്യങ്ങളിൽ പിന്നീട് അങ്ങോട്ട് തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ യാഗപീഠങ്ങൾ പുതുക്കിപ്പണിത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും താഴ്മയുള്ളവനായി. അതിൻ്റെ കാരണം എന്താ? താൻ കഷ്ടത്തിലായപ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഇടയായി. പലപ്പോഴും നമ്മളും ദൈവത്തെ രുചിച്ചറിയുന്നത് കഷ്ടതയുടെ നടുവിലാണ്. എന്നാൽ അതിൽ അകപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുക. നീ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്ക്. കഷ്ടതയിലായിട്ട് അയ്യം വിളിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്ക്. സ്തോത്രം. അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 20-ാം വാക്യത്തിൽ, തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഒരു വചനഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. പലരും പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യം കൂടെയാണിത്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, നമുക്കറിയാം മഹാമാരി ദേശങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത പദം ശ്രദ്ധിച്ചോ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന, വല്ലവനും ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. കണ്ടോ, ദൈവം പറയുക, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മോടാണ് ഈ ദൂത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ആദ്യം ദൈവം പറഞ്ഞ പദം ശ്രദ്ധിച്ചോ, എൻ്റെ ജനം എന്തോ ചെയ്യണമെന്നാ? തങ്ങളെ തന്നെ താഴ്ത്തണം. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ സന്നിധിയിൽ താഴുന്നില്ല എന്നല്ലേ അതിൻ്റെ ധ്വനി. സ്തോത്രം. ഇന്ന് രാത്രി വചനം പറയുകയാ, തന്നെത്താൻ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തണം. എന്നിട്ട് രണ്ടാമത് താഴ്ത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം താഴ്ത്തുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. സ്തോത്രം. 3, എൻ്റെ മുഖം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുന്നുമില്ല, താഴ്ത്തുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. സ്തോത്രം. അടുത്തത് ശ്രദ്ധിച്ചേ, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. അയ്യോ, ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ്, സ്തോത്രം, അങ്ങനെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും.
ഇന്ന് രാത്രി ഒരു ഉത്തരവാദിത്വമാണ് കേട്ടോ. ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പക്ഷെ ഒരു കാര്യം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. സ്തോത്രം. നാം ദൈവത്തേക്കാൾ ഉയരെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. ദൈവമേ, നീ വലിയവനെന്നും സ്വർഗം നിന്റെ സിംഹാസനമെന്നും ഭൂമി നിന്റെ പാദപീഠമാണ്. ഞാൻ പാദപീഠത്തിലിരുന്ന് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ മുഖമന്വേഷിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് രാത്രി പ്രവാചകൻ പറഞ്ഞ കുറിവാക്യത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ. ഓടിച്ച് ഞാൻ ഈ ഭാഗങ്ങളിലൂടെ പോയെന്നേ ഉള്ളൂ. എന്താ പ്രവാചകൻ വിളിച്ചു ചോദിക്കുന്നത്? ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. മനുഷ്യ, നല്ലത് എന്ത് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ഗ്രാഫേ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നിങ്ങൾക്കും എനിക്കും നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനം കാണിച്ചു തന്നിരിക്കുക. നല്ലതെന്ത്? ദൈവം ചോദിക്കുന്ന 3 നല്ല കാര്യങ്ങൾ. 1, ന്യായം പ്രവർത്തിക്കുക. 2, ദയാതൽപരരായിരിക്കുക. 3, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. സ്തോത്രം. കുറഞ്ഞ പക്ഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതിന് 3നും സ്ഥാനമില്ലെങ്കിൽ ആ സ്ഥാനത്തേക്കൊന്ന് മടങ്ങി വരുവാൻ ഈ വചന കേൾവി നിങ്ങൾക്കിടയായിത്തീരട്ടെ. കർത്താവ് നമ്മെ വിളിച്ചതെന്തിനാ? കർത്താവ് നമ്മെ സൃഷ്ടിച്ചതെന്തിനാ? ന്യായം പ്രവർത്തിപ്പാൻ. സൽപ്രവൃത്തികൾക്ക് വേണ്ടി അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. ദയയുള്ളവരായി കർത്താവ് നമ്മോട് കാണിച്ച ദയ, ദൈവം കാണിച്ച ദയ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ആ ദയ പ്രാപിച്ചിട്ട് നാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് പരാജയമല്ലേ? ദയയുള്ളവരായി തീരാം. 3, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാം. സ്തോത്രം. താഴ്മയുള്ളവരെ ചേർക്കുവാനാ നമ്മുടെ കർത്താവ് വരുന്നത്. വിശുദ്ധന്മാരെ ചേർക്കുവാനാ നമ്മുടെ കർത്താവ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തും. സ്തോത്രം. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തും. എവിടെയാണ് ഉയർത്തുന്നത്? തെസലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ച നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്കൊന്ന് ഉയർത്തപ്പെടും. സ്തോത്രം. അങ്ങനെ ഉയരണമെങ്കിൽ താഴ്മ ധരിച്ചേ പറ്റൂ, ദയാതൽപരനായേ പറ്റൂ, ന്യായം പ്രവർത്തിച്ചേ പറ്റൂ. ഇന്ന് രാത്രി ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു ഇടിമുഴക്കമായി തീരട്ടെ. ദൈവത്തിൻ്റെ ചോദ്യമാ, യഹോവയായ ദൈവത്തിൻ്റെ ചോദ്യമാ, നല്ലത് എന്ത് എന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ? നിങ്ങളതിൽ നടക്കുന്നുണ്ടോ? നാം അതിൽ നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ഈ രാത്രി ആരെങ്കിലും ഈ വചനം എന്നെ കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്നുവരെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. കർത്താവിൻ്റെ ഒരു ഫോളോവറായി തീരെ. യേശു ക്രിസ്തു തന്നെ ലോകരക്ഷകൻ. ഈ യേശു ക്രിസ്തു ഒന്ന് വന്നു പോയി കേട്ടോ. എന്തിനാ വന്നതെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിൽ വന്നതാ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി ഈ ഭൂമിയിൽ വന്നതാ. സ്തോത്രം. പക്ഷേ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു. ലോകത്തിലെ പല കല്ലറകളും അടഞ്ഞു കിടക്കുക. എന്നാൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ലോകത്തിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കർത്താവ് അതാണ് പറഞ്ഞത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഞാൻ പോയതുപോലെ മടങ്ങി വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു ശബ്ദം കേട്ടു. എന്താ? ഇവിടെ കയറി വരുവീൻ, ഇവിടെ കയറി വരുവീൻ. ഇന്ന് രാത്രി ആ വചനം, ആ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം കേൾക്കണമെങ്കിൽ, മീഖാപ്രവാചകനിലൂടെ ഇന്ന് രാത്രി നിങ്ങളോടും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താ? ദൈവം നിങ്ങൾക്ക് നല്ലതെന്തെന്ന് കാണിച്ചു തന്നു. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടെ നടക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, അവൻ നിങ്ങളെ ഉയർത്തും. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന്
കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. സർവശക്തനായ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇത്രയും നേരം ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ഗ്രാഫ്യ മീഡിയ അതിൻ്റെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദയാതൽപരരായിരിക്കാം. ന്യായം പ്രവർത്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടെ ജീവിക്കാം. സർവശക്തനായ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.